സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. 127 സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നിന്നാണ് നമ്മളിന്ന് ഒന്നിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. ഇങ്ങനെ പറയുന്നു: യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. ലോകം നമ്മെ പഠിപ്പിക്കുന്ന ലോകത്തിൻ്റെ ഒരു ചിന്ത, ഒരു ഫിലോസഫിയുണ്ട്. അധ്വാനിച്ചാൽ കഠിനാധ്വാനത്തിന് ഒരു റിസൾട്ട് കിട്ടും. അധ്വാനമാണ്, കഠിനാധ്വാനമാണ്, പ്രയത്നമാണ് എല്ലാമെന്നാണ് ലോകം നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ വിപരീതമാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. വചനത്തിൽ എന്ത് നമ്മെ പഠിപ്പിക്കുന്നു? വചനം പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ്റെ പ്രയത്നം, അധ്വാനം വ്യർത്ഥമായി തീരുവാനിടയായിത്തീരും, വെറുതെയായി പോകുവാൻ ഇടയായിത്തീരും. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രയത്നത്തെക്കാൾ അപ്പുറമായിട്ട് നമ്മുടെ പ്രയത്നത്തിന്മേൽ, നമ്മുടെ അധ്വാനത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇറങ്ങി വരുമ്പോഴാണ് നാം ജീവിതത്തിൽ വിജയിക്കുവാൻ ഇടയായിത്തീരുന്നത്. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഇഷ്ടന്, ദൈവം പ്രസാദിക്കുന്നവന് വേണ്ടിയുള്ള ദൈവപ്രവൃത്തി അവൻ വിശ്രമിക്കുമ്പോൾ, അവൻ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ, അവൻ അധ്വാനിക്കുമ്പോഴല്ല, അവൻ പ്രയത്നിക്കുമ്പോഴല്ല, അവൻ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ അവൻ്റെ മേൽ വെളിപ്പെടുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഒരു കാര്യം നാം മനസ്സിലാക്കണം, പ്രയത്നം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അധ്വാനത്തിൽ അല്ല നാം ആശ്രയിക്കേണ്ടത്, നമ്മുടെ യത്നത്തിലല്ല നാം ആശ്രയിക്കേണ്ടത്. അതിലപ്പുറമായിട്ട് നമ്മുടെ കൈകളുടെ പ്രവൃത്തികളെ സഫലമാക്കുന്ന ദൈവത്തിലാണ് നാം ആശ്രയിക്കേണ്ടത്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങളുടെ പ്രയത്നത്തെക്കാൾ അധികമായി ദൈവത്തിൽ ആശ്രയിക്കുക. ബിസിനസ് ചെയ്യുന്നവർ നിങ്ങളുടെ അധ്വാനത്തെക്കാൾ അധികമായി ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ പ്രയത്നത്തെക്കാൾ അധികമായി ദൈവമാണ് നിങ്ങളെ ഉയർച്ചയിലേക്ക് നടത്തുന്നത് എന്ന് വിശ്വസിക്കുക. ഞാൻ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുഞ്ഞ് ഒരു വർഷം മുഴുവൻ നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് എക്സാം എഴുതുവാനുള്ള എല്ലാ ബുദ്ധിയും പ്രാപ്തിയും കുഞ്ഞിനുണ്ട്. എക്സാം എഴുതിയാൽ 100-ൽ 100 മാർക്കും കിട്ടത്തക്കവണ്ണം പഠിച്ചിരിക്കുന്നു. പക്ഷേ എക്സാമിൻ്റെ ദിവസം രാവിലെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ചെറിയ പ്രശ്നം മതി, കുഞ്ഞിന് എക്സാം നന്നായി എഴുതുവാൻ കഴിയത്തില്ല. എഴുതിയാൽ പോലും ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഫുള്ള് മാർക്ക് കിട്ടത്തക്കവണ്ണം എഴുതുവാൻ കഴിഞ്ഞില്ല എന്നിരിക്കാൻ. കാരണം എന്താ? പഠിക്കാഞ്ഞിട്ടല്ല, അധ്വാനമില്ലാഞ്ഞിട്ടല്ല, എന്തോ ഒരു അനുഗ്രഹത്തിൻ്റെ കുറവ്. കഴിഞ്ഞ ദിവസം ഡോണാമോളയും കൊണ്ട് എക്സാമിന് പോയപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച, ഗേറ്റ് അടച്ച് 10-30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയെ കൊണ്ട് മാതാപിതാക്കൾ ഓടി വരുന്നു. ആ കുട്ടി തീർത്തും അവശയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് എക്സാം എഴുതിക്കാൻ കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. നേരെ നിൽക്കാനുള്ള ആരോഗ്യമില്ല. പക്ഷേ ഗേറ്റ് അടച്ചു, സ്ട്രിക്റ്റാണ്, ഗേറ്റ് ഇനിയും തുറക്കത്തില്ല. ഒത്തിരി അവർ വാതിക്കൽ നിന്ന് ബഹളമുണ്ടാക്കി. മറ്റ് പേരൻസ് വന്ന് ആ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്തു, സെക്യൂരിറ്റിക്കാരുമായിട്ട് ആർഗ്യൂ ചെയ്തു. പക്ഷേ സ്ട്രിക്റ്റ് എക്സാം ആയതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും ലേറ്റ് ആയാൽ അകത്ത് കയറ്റുവാൻ കഴിയില്ല. വളരെ ദയനീയമായ കാഴ്ച. ആ മകൾക്ക് നേരെ നിൽക്കുവാൻ പോലും കഴിയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കിയോ അല്ലെങ്കിൽ എക്സാം എഴുതാനോ വേണ്ടി പെട്ടെന്ന് കൊണ്ടുവന്നതാണ്. എന്തൊരു പരിതാപകരമായ അവസ്ഥയല്ലേ? അധ്വാനിക്കാഞ്ഞിട്ടാണോ? അധ്വാനത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകണം. മുംബൈയിൽ എനിക്ക് പരിചയമുള്ള ഒരു ദൈവദാസൻ, അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ. ആദ്യമായി താൻ ബോംബെ പട്ടണത്തിലേക്ക് വന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ വല്യമ്മച്ചി ഒരു വേദപുസ്തകം എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് വിദ്യാഭ്യാസമൊക്കെയുണ്ട്, പക്ഷേ ദൈവം നിൻ്റെ വീട് പണിതെങ്കിൽ മാത്രമേ നീ പണിയുന്ന പരിശ്രമം വിജയത്തിലെത്തുകയുള്ളൂ. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കും. അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് വേദപുസ്തകം വായിക്കണം, പ്രാർത്ഥിക്കണം. മുംബൈയിൽ വന്ന് താമസിക്കുവാൻ സ്ഥലം കിട്ടിയത് ഒരു ചാലിൻ്റെ അകത്തെ ഒരു ചോപ്പട അല്ലെങ്കിൽ കുടിലാണ്. ആദ്യമേ അമ്മച്ചി പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു, വേദപുസ്തകം എടുത്തു, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, വചനം വായിക്കുവാൻ തുടങ്ങി. 40 വർഷങ്ങൾക്ക് ശേഷം റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഒരിക്കൽ എന്നോട് സംസാരിക്കുമ്പോൾ, മുംബൈയിലെ വളരെ പ്രശസ്തമാകുന്ന ഒരു സ്കൂളിൽ അധ്യാപകനായി, മറ്റൊരു സ്കൂളിൽ പ്രിൻസിപ്പളായിട്ടൊക്കെ റിട്ടയർ ചെയ്ത ഒരു അധ്യാപകനാണ് അദ്ദേഹം പറവാനിടയായി തീർന്നു. എൻ്റെ പാസ്റ്ററെ, സത്യത്തിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറവാൻ കഴിയും, യഹോവയാണ് എൻ്റെ വീട് പണിതത്, കർത്താവാണ് എൻ്റെ പട്ടണം കാക്കുവാൻ ഇടയായിത്തീർന്നത്. ജീവിത വിജയം കർത്താവിലൂടെ മാത്രമാണ് ലഭിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് നിങ്ങളുടെ കരിയറിലാകാം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലാകാം. സഹോദര,
നിങ്ങളുടെ ബിസിനസ്സിലാകാം. യേശു നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു വിജയമാക്കട്ടെ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ കർത്താവ് പണിയട്ടെ. യഹോവ വീട് പണിതാൽ ചെറുപ്പക്കാര നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമാകും. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.